ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. അർച്ചന കാര്യങ്ങളെല്ലാം ലച്ചുവിന് പറഞ്ഞു കൊടുക്കുന്നതാണ് കാണിക്കുന്നത്. ഇതിന്റെ പേരിൽ എന്താണെങ്കിലും ചടങ്ങ് മാറ്റിവെക്കേണ്ട കാര്യമില്ലെന്നും എന്താണെങ്കിലും അങ്കിളിനോട് ഞാൻ സംസാരിക്കാമെന്നും ലച്ചു പറയുന്നു. അതേസമയം സേതുവേട്ടന് ഇഷ്ടമല്ലെങ്കിൽ നമുക്ക് ഈ ചടങ്ങ് നടത്തണ്ടെന്ന് പറയുകയാണ് കമല. ഇല്ലമ്മേ, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, എന്താണെങ്കിലും ഞാൻ ഇനി ചടങ്ങ് നടത്തിയിരിക്കുമെന്ന് സച്ചിയും പറയുന്നു. അതേസമയം സഞ്ജു അങ്ങോട്ടേക്ക് എത്തുകയാണ്. സഞ്ജുവിനെ കണ്ടയുടൻ തന്നെ അത്ഭുതത്തോടെ നിൽക്കുകയാണ് സച്ചി. അല്ല, ചടങ്ങൊക്കെ കഴിഞ്ഞോ എന്ന് സഞ്ജു ചോദിക്കുമ്പോൾ കഴിഞ്ഞൊന്നുമില്ലെന്നും ചെറിയൊരു പ്രശ്നമുണ്ടെന്നും സച്ചി പറയുന്നു. തുടർന്ന് നടന്ന കാര്യങ്ങളും കൂടാതെ ലച്ചു വന്ന കാര്യവും സച്ചി സഞ്ജുവിനോട് പറയുന്നു. അങ്ങനെ സച്ചിയും സഞ്ജുവും ചേർന്ന് ലച്ചുവിന്റെയും അർച്ചനയുടെയും അടുത്തേക്ക് പോകുന്നതാണ് കാണിക്കുന്നത്. ആഹാ, സഞ്ജുവേട്ടന് വന്നോ, അത്ഭുതമായിരിക്കുന്നല്ലോ എന്ന് ലച്ചു പറയുമ്പോ കാര്യങ്ങളെല്ലാം എന്നോട് സച്ചി പറഞ്ഞെന്നും അർച്ചന ടെൻഷൻ ആകണ്ട, എന്താണെങ്കിലും നമ്മൾ ഈ ചടങ്ങ് നടത്തിയിരിക്കും. അച്ഛന്റെ പ്രസൻസും ചടങ്ങിനുണ്ടാകും. ലച്ചു, നമുക്കെന്നാ അങ്കിളിനോട് സംസാരിച്ചാലോ? അതിനെന്താ, ഞാൻ എപ്പോഴും റെഡിയെന്ന് ലച്ചുവും പറയുന്നു. അങ്ങനെ ലച്ചുവിനെയും കൂട്ടിക്കൊണ്ട് സേതുവിന്റെ മുറിയിലേക്ക് പോകുന്ന സഞ്ജുവിനെയാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് സേതുവിനോട് സംസാരിക്കുന്ന സഞ്ജുവിനെയും ലച്ചുവിനെയുമാണ്. നിങ്ങൾ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്, പക്ഷേ എന്റെ മാനസികാവസ്ഥ കൂടി നിങ്ങളൊന്ന് പരിഗണിക്കണം. സച്ചിയേട്ടന്റെയും അർച്ചനേട്ടത്തിന്റെയും മനസ്സ് എന്താണെങ്കിലും അങ്കിള് വേദനിപ്പിക്കാൻ നിൽക്കരുത്. അർച്ചനേട്ടത്തി എത്ര ആഗ്രഹിക്കുന്നുണ്ടെന്നറിയാമോ ഈ ചടങ്ങ് നടത്താൻ വേണ്ടി. പക്ഷേ അങ്കിളില്ലെങ്കിൽ ഈ ചടങ്ങ് വേണ്ടെന്ന് പറഞ്ഞ അർച്ചന ഇപ്പോൾ അവിടെ നിൽക്കുന്നത്. വളകാപ്പ് ചടങ്ങ് നടത്തേണ്ടതൊന്നും ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല. അവരെന്ത് ചടങ്ങ് വേണമെങ്കിലും നടത്തിക്കോട്ടെ. പക്ഷേ അതിൽ പങ്കെടുക്കാൻ നിങ്ങൾ എന്നെ നിർബന്ധിക്കരുത്. നിങ്ങൾ രണ്ടിനെയും കണ്ടതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. നിങ്ങൾ ചെന്ന് സച്ചിയോടും അർച്ചനയോടും ചടങ്ങ് നടത്തിക്കൊള്ളാൻ പറഞ്ഞോളൂ. ഇല്ല അങ്കിൾ, വളകാപ്പ് ചടങ്ങിന് അങ്കിളില്ലെങ്കിൽ പിന്നെ അവർക്ക് എന്താ സന്തോഷം? അങ്കിളിന്റെ പേരുകുട്ടിയല്ലേ അർച്ചന പ്രസവിക്കാൻ പോകുന്നത് എന്ന് സഞ്ജുവും പറയുമ്പോ സേതു പറയുകയാണ്, എനിക്കറിയാം മോനെ, ഈ ചടങ്ങിൽ പങ്കെടുക്കാതെ ഞാൻ മാറി നിൽക്കുന്നത് മഹാ അപരാധം തന്നെയാണെന്ന്. അതേസമയം ഇതെല്ലാം കേട്ടുകൊണ്ട് മുറിയിലേക്ക് ചെല്ലുകയാണ് സച്ചി. വേണ്ട സഞ്ജു, ഇനി എന്താണെങ്കിലും നിങ്ങൾ രണ്ടുപേരും അച്ഛനെ നിർബന്ധിക്കണ്ട. ഞങ്ങളെ ഈ ചടങ്ങ് അങ്ങ് വേണ്ടെന്ന് വെക്കുകയാണ്. അച്ഛന്റെ വാശി തന്നെ ജയിക്കട്ടെ, ഞങ്ങൾ അങ്ങ് തോറ്റു കൊടുത്തേക്കാം. അർച്ചനയുടെ ഏറ്റവും വലിയ സ്വപ്നത്തെ ചവിട്ടിയരിച്ച സന്തോഷത്തിൽ അച്ഛൻ നിൽക്കട്ടെ. തുടർന്ന് സച്ചി പറയുകയാണ്, അച്ഛൻ ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങൾക്ക് ഇവിടുത്തെ സ്വത്തും പണവും ഒന്നും തന്നെ വേണ്ട. ഞാനും അർച്ചനയും ഇന്ന് ഈ വീട്ടിൽ നിന്നും ഇറങ്ങും. എല്ലാവരും ഒരുപാട് ആഗ്രഹിച്ച് കുറെ പ്രാർത്ഥനകൾക്കും ഒക്കെ ശേഷമാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞിനെ കിട്ടിയത്. ആ കുഞ്ഞിന് ജാതകദോഷമാണെന്ന് എല്ലാവരും പറഞ്ഞപ്പോഴും ഞാൻ നിങ്ങളെ ആരെയും ഒന്നും പറഞ്ഞില്ലല്ലോ. പക്ഷേ ഇനി ഇതൊന്നും കേട്ടുകൊണ്ട് നിൽക്കാൻ എന്നെ കൊണ്ടാകില്ല. ഒരു വാടക വീടായാലും മതി. അല്പം സന്തോഷവും സമാധാനവും കിട്ടിയാൽ അത് തന്നെ ധാരാളം. സഞ്ജു, ലക്ഷ്മി, വാ നമുക്കിറങ്ങാം. എങ്ങനെയെങ്കിലും ഒരു വാടക വീട് തപ്പി കണ്ടുപിടിക്കണം എന്നൊക്കെ കണ്ണുനീരോടെ സച്ചി പറയുമ്പോ സേതു പറയുകയാണ്, വേണ്ട മോനെ, അച്ഛൻ ഈ ചടങ്ങിന് വന്നോളാം. പിന്നീട് കാണിക്കുന്നത് വിഷമത്തോടെ മുറിയിലിരിക്കുന്ന അർച്ചനയാണ്. അർച്ചനയുടെ അടുത്തേക്ക് സന്തോഷത്തോടെ ഓടി ചെല്ലുകയാണ് അനഘ. അർച്ചനയെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തതിനു ശേഷം അനഘ പറയുകയാണ്, ഏട്ടത്തി ഏട്ടത്തി വേഗം റെഡിയാക്, ചടങ്ങിന് പങ്കെടുക്കാമെന്ന് സേതു അങ്കിള് സമ്മതിച്ചിട്ടുണ്ട്. അതേസമയം സന്തോഷത്തോടെ കമലയും മുറിയിലേക്ക് ചെല്ലുന്നു. അമ്മേ, എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്ന് അർച്ചന പറയുമ്പോ വിശ്വസിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സഞ്ജുവും ലച്ചുവും സച്ചിയും കൂടി മുറിയിലേക്ക് ചെല്ലുകയാണ്. തുടർന്ന് അർച്ചനയോട് വേഗം റെഡിയാകാൻ പറഞ്ഞുകൊണ്ട് സഞ്ജുവും സച്ചിയും കൂടി പുറത്തേക്ക് ഇറങ്ങി പോകുന്നു. പിന്നീട് കാണിക്കുന്നത് അർച്ചനയും സച്ചിയും പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർത്ത് വിഷമത്തോടിരിക്കുന്ന സേതുവിനെയാണ്. തുടർന്ന് സേതു രണ്ടും കൽപ്പിച്ച് ചടങ്ങിൽ പങ്കെടുക്കാൻ തന്നെ തീരുമാനിച്ചുകൊണ്ട് തനിക്ക് മാറാനുള്ള ഡ്രസ്സ് എടുക്കുന്നതാണ് കാണിക്കുന്നത്. അങ്ങനെ അർച്ചനയും സേതുവും എല്ലാവരും ചടങ്ങിന് റെഡിയായി നിൽക്കുന്നതാണ് കാണിക്കുന്നത്. അതേസമയം അവന്തിക ഒരുക്കങ്ങൾ നടക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലുകയാണ്. അല്ല, നിങ്ങൾ എന്തിനാ ഇതൊക്കെ ഒരുക്കി വെച്ചിരിക്കുന്നത്? ചടങ്ങിനൊന്നും അച്ഛൻ പങ്കെടുക്കില്ലെന്ന് പറഞ്ഞത് നിങ്ങൾക്കെന്താ ഓർമ്മയില്ലേ? നിൽക്കുന്ന ധനുഷ് പരിഹാസത്തോടെ പറയുകയാണ്. അപ്പോ ഏട്ടത്തി ഇത്രയും നേരം എവിടെയായിരുന്നു? അച്ഛനെ തീരുമാനം മാറ്റി. അവന്തികേട്ടത്തിക്ക് കാര്യങ്ങളങ്ങ് മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു. ചടങ്ങിൽ പങ്കെടുക്കാമെന്നേ അച്ഛൻ സമ്മതിച്ചു എന്ന് സച്ചി പറയുമ്പോ ഇത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് അവന്തിക. അവന്തികയുടെ മുഖഭാവം കണ്ടുകൊണ്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന മറ്റുള്ളവരെയാണ് കാണിക്കുന്നത്. തുടർന്ന് ധനുഷ് പറയുകയാണ്, അതെ, കുത്തിത്തിരിപ്പൊന്നും ഏറ്റില്ല, എല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെ ആയിപ്പോയി. നമുക്ക് ഒരു കാര്യം ചെയ്യാം, എന്താണെങ്കിലും അവന്തികേട്ടത്തിന്റെ പണി പാളിയല്ലോ. അതുകൊണ്ട് നമുക്ക് എന്താണെങ്കിലും ഈ ചടങ്ങ് നല്ലൊരു ആഘോഷമാക്കി തന്നെ മാറ്റാം എന്ന് ധനുഷ് പറയുമ്പോ ഇത് കേട്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് അവന്തിക. അതേസമയം അർച്ചനയെ ഒരുക്കിക്കൊണ്ട് അനഘയും അമലയും ും കൂടി താഴേക്ക് വരികയാണ്. അങ്ങനെ അർച്ചനയെ കൊണ്ടുവന്ന് കസേരയിലേക്ക് ഇരുത്തുകയാണ്. സേതുമാധവൻ മുറിയുടെ പുറത്തേക്ക് വരുന്നത് കണ്ട് സന്തോഷത്തോടെ നിൽക്കുന്ന അർച്ചനയും അതേസമയം പകയോടെയും ദേഷ്യത്തോടെയും സേതുവിനെ നോക്കുന്ന അവന്തികയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.